കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഫോൺ വിളിയോട് വിളി. എന്താടാ വാസേ? വെറുതെ വിളിച്ചതാ? വെറുതെ എന്തിന്? വെറുതെ സംസാരിക്കാനാ? വെറുതെ സംസാരിച്ചെങ്കിൽ എന്താടാ അതിൻ്റെ ഭാര്യ ഞാൻ വിളിച്ചിട്ട് പോടാ. പിന്നെ വിളിച്ച് സൊള്ളാൻ പോണ്. എൻ്റെ പെണ്ണുമ്പിളോടെ വിളിച്ച് സൊള്ളു. പാടുന്നത് വെറുതെ സംസാരിക്കണം പോലെ. ഏയ് മകളെ ഇതൊന്ന് വായരുടെ ചാരി വായന മകളെ. ഓ എഴുതി നീ വായടാ അവിടെ. മാർക്കണ്ഡം മേശർ അഡ്വാൻസ് 1500. മാർത്താണ്ഡ മേശരി അഡ്വാൻസ് 1500 രൂപ. അതാണ് അവിടെ എഴുതിയിരിക്കണത്. ഓ ഭയങ്കര കൂട്ടക്ഷരായി പോയല്ലോ. ചൈനയും പൈസ മലയാളം എഴുതി വെക്കണല്ല. എന്റെ പൊന്നോ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇംഗ്ലീഷ് ഇടുമ്പോൾ കൂട്ടക്ഷരം വെച്ച് കാച്ചി, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. അതെന്താ ഇനി എഴുതും അതുമില്ല. പിന്നെ ഇംഗ്ലീഷ് തന്നെ എഴുതും, മലയാളം എഴുതി അവനായിരുന്നു. ഇത് ആയിരത്തി പരാതി പറയണം. അച്ഛൻ തന്നെയല്ലേ എഴുതി വെച്ചത്. ഒരു അബദ്ധം പറ്റി പാട്. വായിച്ചതിൻ്റെ അഹങ്കാരം. മകളെ വെച്ചോ. അടുത്താരെങ്കിലും ഉണ്ടാന്ന് മകളിപ്പഞ്ഞ് വരണം 2 ദിവസത്തിനകം. ഒരാഴ്ച നിൽക്കണമെന്നാ? ഒരാഴ്ച നിൽക്കാൻ പറ്റില്ല. ഇന്ന് ഞായറാഴ്ച, ചൊവ്വാഴ്ച ആകുമ്പോൾ ഇവിടെ എത്തിയിരിക്കണം. കൂടുതലൊന്നും പറയണ്ട, ആരും ചോദിക്കണ്ട. അച്ഛൻ പറഞ്ഞ അനുസരിച്ചാൽ മതി. അവിടെ നിൽക്കണ്ട, ഒരാഴ്ച നിൽക്കാൻ പറ്റില്ല. വേണം പോയി വേണം. ഒരാഴ്ച നിൽക്കണം പോലും. കാണിച്ചു കൊടുക്കാം ഞാൻ. നവാസേ എവിടെ നിൽക്കണ്ടാ? ഇവിടെ ജംഗ്ഷൻ വരെ ഒന്ന് വാ. നീ വാടേ, വെറുതെ കാണാൻ വാ. വെറുതെ കാണാൻ നിങ്ങളെ ഭാര്യയില്ലെന്നാ? ഓ നേരത്തെ പറഞ്ഞ തിരിച്ചു പറയണം അല്ലടാ. അഹങ്കാരം. ഒരു കാര്യം ചെയ്യ്, നിന്റെ ശമ്പളത്തിൽ നിന്നേ ഞാൻ 100 കട്ടി, അത്രേ ഉള്ളൂ. വച്ചിട്ട് പോ. എത്ര അഹങ്കാരം പാടില്ല. പോടാ വെച്ചിട്ട് പറഞ്ഞിട്ട് തിരിച്ചു പറയാൻ നിൽക്കണ വായി. അങ്ങനെ വായില്ല. ബാലു ലച്ചുവിനെ വിളിച്ചിരുന്നോ നിങ്ങള്? വിളിച്ച്. എന്തിനാ വിളിച്ചേ? എന്റെ മോളെ പല കാര്യത്തിലും ഞാൻ വിളിക്കും. നിനക്ക് എന്താണ് പ്രശ്നം? നിങ്ങളെ പ്രശ്നം എന്താ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ മോളെ എനിക്ക് ചൊവ്വാഴ്ച കണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ വാശി പിടിക്കണത്? ഞാൻ വാശിയൊന്നും പിടിച്ചില്ല. അല്ല ഞാൻ കിട്ടാ അവളിവിടെ പറഞ്ഞാൽ അവിടെ നടക്കുന്ന നിർബന്ധമുണ്ടോ? വരണമെന്നുള്ള നിർബന്ധമുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ ഇവിടെ വരട്ടെ, കുഴപ്പമെന്ത്? എന്തോന്ന് വെച്ചാ അവളവിടെ മനസമാനത്തോടെ ഇരുന്നോട്ടെ. അതിനിപ്പോ പ്രശ്നം. മനസമാനത്തോടെ അവിടെ നിൽക്കണേ ഇരുന്നോട്ടെ, ഇല്ലെങ്കിൽ ഇഞ്ഞു പോന്നോട്ടെ, ഇത്രേ ഉള്ളൂ. മനസ്സമാനത്തോടെ അവിടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ, മനസ്സമാനം ഇല്ലെങ്കിൽ ഇഞ്ഞു പോന്നോട്ടെ. അച്ഛാ അവളവിടെ സന്തോഷത്തോടെ നിൽക്കല്ലേ. നമ്മളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. മോശമാണ്. ഞാൻ അവിടെ ഒരു പ്രശ്നത്തിന് വന്നില്ല. അവിടെ നിൽക്കട്ടെ, അത് എനിക്ക് സന്തോഷം. പക്ഷെ അവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കണം. അവിടെ 2 ദിവസം നിൽക്കാൻ പറയും, ഇവിടെ നിൽക്കാൻ. ഇവിടെ 2 ദിവസം നിൽക്കാൻ പറയും, അവിടെ 4 ദിവസം നിൽക്കാം. പക്ഷെ അവിടെ നിൽക്കുന്ന 4 ദിവസമോ അടിയന്തരത്തിനുണ്ടോ, കല്യാണത്തിനുണ്ടോ, സഞ്ചാരത്തിനുണ്ടോ, അതെന്നെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ല. വേണ്ട, നിൽക്കണമെങ്കിൽ ഒന്നേ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. എനിക്ക് ഇത്രേ ഉള്ളൂ. എനിക്ക് പക്ഷേ എൻ്റെ മോളെ ഇവിടെ ചൊവ്വാഴ്ച കണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നു, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടെ ഇവിടെ എവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്നെ കൊണ്ട് വാശി പിടിപ്പിക്കരുത്. പറഞ്ഞേക്കാൻ എന്താ വാശി? ഞാൻ പറഞ്ഞ കാര്യം എന്ത്? അവിടെ ഇവിടെ നിൽക്കണം. ഇവിടെ നിൽക്കണം. അവിടെ വിളിക്കുന്നത് അവിടെ നിൽക്കുമ്പോൾ ഊര് ചുറ്റാൻ വേണ്ടി കൊണ്ടു. എനിക്കത് ഇഷ്ടമില്ല. അവിടെ സന്തോഷം ഇവിടെ കിട്ട്. ജോക്കാരൻ്റെ പുറത്തോട്ട് നടക്കരുത്. ഓക്കെ അല്ലേ? ഇവിടെ തള്ളേ മോനെ കൂടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടെങ്കിൽ ഓടിക്കളഞ്ഞ എൻ്റെ കൈ കിട്ടും. എന്താന്ന് വെച്ചാൽ എടുത്തെറിഞ്ഞ് തള്ളിയിട്ടായി. എന്തോന്ന് വർത്തമാനം വെച്ചത്? എന്താ അച്ഛൻ എന്തോന്ന് പറയണത്? ഞാൻ പറയുമ്പോൾ എനിക്ക് ഇഷ്ടം കേട്ട് തോന്നിയാ? ഇതുപോലെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് നെയ്യാറ്റിക്കരെ കാണിക്കുന്ന പോലെ ഈ തമ്മിൽ കാണുമ്പോൾ പരസ്പരം ഈ കുടുംബക്കാർ തമ്മിൽ അടിപിടിക്കണില്ലേ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ, അതുപോലെ വെറുതെ കിടന്ന് അടിപിടിക്കല്ലേ. ഇവിടെ അത് പറ്റൂല. എടി നെയ്യാറ്റിക്കരക്കാർ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ കറക്റ്റ് തുറന്ന് പറയോടി. കള്ളത്തറയില്ലടി, തുറന്ന് പറയേണ്ട കാര്യം തുറന്ന് പറയും കേട്ടാ. അപ്പം ശത്രുത ഉണ്ടാവും, അടി കൊണ്ട് പൊരിഞ്ഞടിയായിരിക്കും. പക്ഷെ അടുത്ത ഓണാകുമ്പോഴുണ്ടല്ല
ഒരു സദ്യ ഉണ്ടുമ്പോൾ അതെല്ലാം തീരും. പക്ഷെ പലചരക്കാർ അങ്ങനെയല്ല. സ്പർദ്ധയുണ്ട്, സ്പർദ്ധ, ശത്രുത മനോഭാവമുണ്ട്, മനസ്സിലിട്ട് പെരുമാറും, പിറകൂടെ പോകുമ്പോൾ പിറകൂടെ ആക്രമിക്കും. പക്ഷെ ഇതേ സ്വഭാവം കുഴിപ്പള്ളക്കാർക്ക് ഉണ്ടോ എന്നൊരു സംശയം. ഇപ്പൊ ഇത്രയും ഡയലോഗ് പറയാൻ മാത്രം എന്തുണ്ട്? എന്താ പ്രശ്നം? എന്ത് അത് പറ, എന്താ പ്രശ്നം ഉണ്ടായത് പറ. ആ പ്രശ്നവും നടന്നില്ല. പക്ഷെ ഭാവിയിൽ പ്രശ്നം ഒന്നും ഉണ്ടാവരുത്. എന്തെങ്കിലും പ്രശ്നം തുടങ്ങിയ മുളയിലെ നുള്ളിക്കണം. ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? അവളെ കാണാത്തതുകൊണ്ട് കണ്ടപ്പോൾ അവള് ഒരു പരിഭവം പറഞ്ഞു. സ്നേഹത്തോടെയുള്ള പരിഭവമാണത്. പിന്നെ അവൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് പോരുമെന്ന് ഉറപ്പോൾ അവളോട് പറഞ്ഞ് മോളെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ സ്നേഹം കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞ് ഒരാഴ്ച നിൽക്കാമോ മോളെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഒരാഴ്ച നിന്നോളാന്ന് പറഞ്ഞു. അവർക്കും സന്തോഷം, അവൾക്കും സന്തോഷം. അവർക്ക് ആർക്കും ഒരു പരാതിയില്ല, പരിഭവമില്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇനി ലച്ചുവിൻ്റെ മനസ്സിൽ വേദനയുണ്ട്, അത് മറച്ചു വെച്ചിട്ടാണ് ഇതിനോട് സംസാരിച്ചത്. എന്തുകൊണ്ട് ലച്ചുവിൻ്റെ അമ്മായിയമ്മ ഒരാഴ്ച അവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ 2 പ്രാവശ്യം തന്നെ വിളിച്ചത്? അവർ ചെറുതായിട്ട് വാശി പിടിക്കുന്നുണ്ടോ എന്ന് അവർക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ കാരാഗ്രഹത്തിലേക്കല്ല എന്നെ മോളെ പറഞ്ഞു വെച്ചത്. അതാണ് ഞാൻ പറഞ്ഞത് നുളയിലെ മുള്ളിക്കളണം. എന്നിട്ട് പിന്നെ നിങ്ങൾ ലച്ചുവിനെ വിളിച്ചതോ? എടി ലച്ചു നീ ചൊവ്വാഴ്ച തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതോ? അവൾ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം പറയുകയും ചെയ്തു. എന്നിട്ട് അവൾ എന്നോട് പറയാ അമ്മ അച്ഛനോട് പറയണം, വെറുതെ വാശി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, ഞാൻ ചൊവ്വാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരണുള്ളൂ എന്ന് അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേന്ന് പറഞ്ഞു. അതെന്ത് എന്തോന്ന് വെച്ചാ കഷ്ടം തന്നെ. ഇടി എൻ്റെ നമുക്ക് നന്നായിട്ട് അറിയാം. അവളെ മനസ്സ് വിഷമിച്ച അവളെ അച്ഛ അവിടെ പറഞ്ഞെത്തോന്നു. അത് പേടിച്ചിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. എനിക്കതല്ല. സിദ്ധുവിൻ്റെ അമ്മ അവളുടെ അമ്മായിയമ്മ പോര് കാണിക്കണ്ടോ എന്ന് സംശയം. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഇതോടെ ആ തള്ളയെ മനസ്സിലിപ്പല്ല നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ചൊവ്വാഴ്ച എൻ്റെ കൊച്ചിനെ ഇവിടെ വരുത്തിയിട്ട് തന്നെ കാര്യം. അഥവാ അവരെ വിട്ടില്ലെങ്കിൽ വണ്ടി പിടിച്ച് പോയി ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ പെർമിഷൻ സിദ്ധുവിനെ ഞാൻ വിളിച്ചു ചോദിച്ചോളാം. സിദ്ധുവിനെ അങ്ങനെ ഈ പെരുമ്പറിന് നിങ്ങൾ വിളിച്ചു നോക്ക്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് തരാം ടെസ്റ്റ് ഡോസ്. നീ പാടി നീ ആയിരിക്കും ഇവിടെ കാര്യം നടക്കണത്. എൻ്റെ കൊച്ചിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരും. ചൊവ്വാഴ്ച അടിക്ക് അവളെ കാണണം. അത്രേ ഉള്ളൂ. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛനെ തളയ്ക്കാൻ ഇപ്പം എന്നെ കൊണ്ടേ പറ്റുള്ളൂ. എന്ത് കഷ്ടം ഇത്. ഈ കേസ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നേ. ഒന്നും കൂടി പിടിച്ചു നിർത്തായിരുന്നു. കേസ് ഒന്നിന് ഈ പാറുവിനും ജീവനും കൂട്ടി ട്യൂഷൻ സെൻ്ററിൽ കൊണ്ടുപോയത്. അവിടെ ആരുടെ ബർത്ത്ഡേ എന്തുകൊണ്ടെന്ന് പറയാനുണ്ട്. ഓക്കെ ഇനി അമ്മ ഒന്നും സംസാരിക്കാൻ പറ്റോ, വെറുതെ അടിയാവുള്ളൂ. ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയി സംസാരിക്കട്ടെ.